ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +2 എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ഉറപ്പായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്രൊണോളജിക്കൽ ഓർഡർ അഥവാ കാലഗണനാ ക്രമത്തിൽ എഴുതുക. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട അവസാനത്തെ പാഠങ്ങളിൽ നിന്നാണ്. രണ്ടാമത്തേത് മാപ്പ് സ്റ്റഡിയാണ്. 1 മുതൽ 13 വരെയുള്ള ചാപ്റ്ററിൻ്റെ എല്ലാ മാപ്പും നോക്കി വയ്ക്കണം. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തെ തീം ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. ഇഷ്ടികകൾ, കൺമണികൾ, അസ്ഥികൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ എസ്സേ ആണ്. വർഷങ്ങളായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 1. മോഹൻജദാരോ എ പ്ലാൻ അർബൻ സെൻറ്റർ. മോഹൻജദാരോ ഒരു ആസൂത്രിത നഗരകേന്ദ്രം എന്ന് പറയാൻ കാരണമെന്താണ്? അതിൽ നിങ്ങൾ പ്രധാനമായും എഴുതേണ്ടത് അന്നത്തെ കെട്ടിടങ്ങളുടെ സവിശേഷത, നിർമ്മാണ രീതി, ധാന്യശേഖരണം, ഇതൊക്കെ കൃത്യമായി എഴുതണം. രണ്ടാമത്തെ ചോദ്യം ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ് ഓഫ് ഹാരപ്പ. ഹാരപ്പൻ സമൂഹത്തിൽ സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 1. ബെരിയൽസ്, ശവസംസ്കാര രീതികൾ. 2. തിങ്സ് ഓഫ് ലക്ഷറി, ആഡംബര വസ്തുക്കൾ. 3. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡ്വെല്ലിങ്സ്, പലതരത്തിലുള്ള വസതികൾ. മൂന്നാമത്തെ ചോദ്യം ദ എൻഡ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ നാഗരികതയുടെ അന്ത്യത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ പോയിന്റ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. 2. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം. 3. എക്സസീവ് ഫ്ലഡ്സ്, അമിതമായ പ്രളയങ്ങൾ. 4. എർത്ത്ക്വേക്ക്, ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ്, ക്ഷാമങ്ങൾ, പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ. 5. ആര്യൻ ഇൻവേഷൻ, ആര്യനാക്രമണം. തീം 2 കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്, രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ. ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. 1. മഗധ, ഫസ്റ്റ് എമംഗ് ദ 16 മഹാജനപദ. എന്തുകൊണ്ടാണ് മഗധ മഹാജനപദങ്ങളിൽ ഒന്നാമതായി തീരുവാനുള്ള കാരണങ്ങൾ? ഒന്നാമത്തെ പോയിന്റ് മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ. മഗധ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു. 2. അവൈലബിലിറ്റി ഓഫ് അയൺ മൈൻസ്, ഇരുമ്പ് ഖനികൾ ഉണ്ടായിരുന്നു. 3. എലിഫൻറ്റ്സ് വെയർ അവൈലബിൾ ഇൻ മഗധൻ ഫോറസ്റ്റ്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻ്റ് വിങ് ഓഫ് ആർമി. മഗധൻ സൈന്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നു ആനകൾ. അവിടുത്തെ വനങ്ങളിൽ സുലഭമായിരുന്നു. 5. ദ ക്യാപിറ്റൽ ഓഫ് മഗധ, ഫസ്റ്റ് രാജഗൃഹ ദെൻ പാടലിപുത്ര വെയർ സിറ്റുവേറ്റഡ് അറ്റ് സ്ട്രാറ്റജിക് പൊസിഷൻസ്. മഗധയുടെ ആദ്യ തലസ്ഥാനമായ രാജഗൃഹവും രണ്ടാമത്തെ തലസ്ഥാനമായ പാടലിപുത്രയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസസ്. കൊത്തുലിഖിതത്തിലെ തെളിവുകളുടെ പരിമിതികൾ എന്തെല്ലാം? ഒന്നാമത്തെ പോയിന്റ് സംടൈംസ് ലെറ്റേഴ്സ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആർ എൻഗ്രേവ് വെരി ഫെയിൻലി. ലിഖിതങ്ങളിൽ ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണുള്ളത്. അവ വായിച്ചെടുക്കുക എളുപ്പമല്ല. രണ്ടാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ്സ്. ലിഖിതങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം പറയാൻ പ്രയാസമാണ്. മൂന്നാമത്തെ പോയിന്റ് മെനി ഓഫ് ദ ഇൻസ്ക്രിപ്ഷൻസ് വെയർ ഡാമേജ്ഡ് ഓർ ലെറ്റർ മിസ്സിംഗ്. ചില ലിഖിതങ്ങളിൽ അക്ഷരങ്ങൾ മാഞ്ഞു പോകുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് ദോ thousands of inscriptions have been discovered, all of them are not deciphered, published and translated. ആയിരക്കണക്കിന് കൊത്തുലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ വായിച്ചെടുക്കാനോ വിവർത്തനം ചെയ്യാനോ പ്രസിദ്ധീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല.